ഇഫക്ട്സ് ഓഫ് ഇൻഫ്ലേഷൻ എന്നതിനെ കുറിച്ചാണ് മാക്രോ എക്കണോമിക്സിലെ ഈ ഒരു ടോപ്പിക്ക് പരീക്ഷയ്ക്ക് കൂടുതലായി കണ്ടിട്ടുണ്ട്. പണപ്പെരുപ്പത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്? ഇൻഫ്ലേഷൻ ക്യാൻ ഹാവ് മെനി നെഗറ്റീവ് ഇഫക്ട്സ്. പണപ്പെരുപ്പം കൊണ്ട് ഒരുപാട് ദോഷവശങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒന്ന്, റെഡ്യൂസ്ഡ് പർച്ചേസിംഗ് പവർ. ആളുകളുടെ വാങ്ങൽ ശേഷി നന്നായി കുറയുന്നു. പണപ്പെരുപ്പം കൂടുതലുള്ള സമയങ്ങളിൽ ആളുകൾക്ക് കയ്യിലുള്ള പണം കൊണ്ട് ഒത്തിരി സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ കഴിയുന്നില്ല. അവരുടെ കയ്യിലുള്ള പണത്തിന് ക്രയശേഷി, വാങ്ങാനുള്ള ശേഷി അത് നന്നായി കുറയുന്നു. വെൻ പ്രൈസസ് ഇൻക്രീസ് ദ സെയിം എമൗണ്ട് ഓഫ് മണി ബൈസ് ലെസ്. മുൻപ് വാങ്ങിയിരുന്ന അതേ അളവ് പണം തന്നെ ഇപ്പോൾ കൊടുത്താൽ വളരെ കുറച്ച് സാധനങ്ങളെ കിട്ടുന്നുള്ളൂ എന്ന അവസ്ഥ ഉണ്ടാകുന്നു. പണപ്പെരുപ്പമുള്ളപ്പോൾ വെൻ ദ പ്രൈസ് ഇൻക്രീസസ് വില വർധനമുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ മുൻപ് വാങ്ങിയിരുന്ന അതേ പണം അളവ് കൊടുത്താൽ പോലും കുറച്ച് സാധനങ്ങളെ കിട്ടുന്നുള്ളൂ. The amount of money buys less. This can make it harder for people to afford necessities like food and housing. ഇത് ജനങ്ങൾക്ക് അവരുടെ ജീവിതത്തിലെ അവശ്യ വസ്തുക്കൾ, ഭക്ഷണം, വീട് അല്ലെങ്കിൽ വസ്ത്രം എന്നിങ്ങനെയുള്ള അത്യാവശ്യ സാധനങ്ങൾ വാങ്ങുന്നത് പോലും പരിമിതിയിലാക്കുന്നു. This can make it harder for people to afford necessities like food and housing. രണ്ടാമത്തെ പ്രശ്നം എന്നത് റെഡ്യൂസ്ഡ് ഇക്കണോമിക് ആക്ടിവിറ്റി. സാമ്പത്തിക പ്രവർത്തനങ്ങൾ വളരെയധികം കുറയുന്നു. ഇൻഫ്ലേഷൻ ക്യാൻ ലീഡ് ടു ലെസ് ഇക്കണോമിക് ആക്ടിവിറ്റി. പണപ്പെരുപ്പം കൊണ്ട് സാമ്പത്തിക പ്രവർത്തനങ്ങൾ വളരെ കുറയാൻ ഇത് ഇടയാക്കുന്നു. പണപ്പെരുപ്പമുള്ള നാളുകളിൽ സമ്പദ് വ്യവസ്ഥയിൽ തൊഴിലുകൾ കുറയുന്നു. ലോവർ ഇക്കണോമിക് ഗ്രോത്ത്. സാമ്പത്തിക വളർച്ച രാജ്യത്തിൻ്റെത് നന്നായി കുറയുന്നു. ആൻഡ് ലെസ് ഇൻകം ഫോർ പ്രൊഡ്യൂസേഴ്സ്. ബിസിനസ്സുകാരായിട്ടുള്ള ഉൽപ്പാദകർക്ക് തീർച്ചയായിട്ടും വരുമാനവും കുറയുന്നു എന്നതാണ് ഇൻഫ്ലേഷന്റെ മറ്റൊരു വശം ആയിട്ട് നമുക്ക് പറയാൻ കഴിയുക. ഇതൊക്കെ നെഗറ്റീവ് ഇഫക്റ്റ് ആണ് ഇൻഫ്ലേഷൻ കൊണ്ട്. വേറൊന്ന്, ഡിസ്റ്റോർട്ടഡ് പർച്ചേസിംഗ് പവർ. യഥാർത്ഥത്തിലുള്ള ഉപഭോക്താവിന്റെ വാങ്ങൽ ശേഷി, ക്രയശേഷി, പണം കൊടുത്താൽ കിട്ടാവുന്ന സാധനങ്ങളുടെ അളവ് വളരെ കുറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് വളരെ ഡിസ്റ്റോർട്ടഡ് ആയ, വക്രീകരിക്കപ്പെട്ട പർച്ചേസിംഗ് പവർ ആണ്. യഥാർത്ഥ പർച്ചേസിംഗ് പവർ കാണുന്നില്ല. ഇൻഫ്ലേഷൻ കാൻ ഡിസ്റ്റോർട്ട് പർച്ചേസിംഗ് പവർ ഫോർ ദോസ് വിത്ത് ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ്സ്. ഫിക്സഡ് ആയ ഇൻട്രസ്റ്റ് റേറ്റിലുള്ള സാധനങ്ങൾക്ക് പർച്ചേസിംഗ് പവർ തീർച്ചയായിട്ടും ഡിസ്റ്റോർട്ടഡ് ആയിട്ടാണ് കാണുക. മറ്റൊന്ന്, ഇമ്പാക്റ്റ് ഓൺ കൺസ്യൂമേഴ്സ് ആൻഡ് ബിസിനസ്. കൺസ്യൂമേഴ്സിന്റെ കാര്യത്തിലും ബിസിനസിന്റെ കാര്യത്തിലും ഇത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. കൺസ്യൂമേഴ്സ് ലൂസ് പർച്ചേസിംഗ് പവർ. കൺസ്യൂമേഴ്സിന് അവരുടെ ക്രയശേഷി കുറയുന്നു. ദ വൈൻ ബിസിനസ്സസ് ലൂസ് പർച്ചേസിംഗ് പവർ ഓൺ ഇൻപുട്സ് യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ. അതേസമയം ബിസിനസ്സുകൾക്കും പർച്ചേസിംഗ് പവർ കുറയുന്നതായിട്ട് കാണാൻ കഴിയുന്നു. അവർ വാങ്ങുന്ന റോ മെറ്റീരിയൽ, മെഷീനറീസ് ഇവയൊക്കെ വലിയ വില കൊടുത്താലും അവർക്ക് ഒരുപാട് ആവശ്യത്തിനൊന്നും വാങ്ങിക്കാൻ കഴിയാതെ അവരും വളരെ സ്ട്രഗിൾ ചെയ്യുന്നു, ബുദ്ധിമുട്ടുന്നു. മറ്റൊന്ന്, ഇൻവെസ്റ്റ്മെന്റിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ഈ പണപ്പെരുപ്പം, ഇൻഫ്ലേഷൻ. അതെങ്ങനെയാണ്? ദ വാല്യൂ ഓഫ് സർട്ടൻ ഫിക്സഡ് ഇൻകം ഇൻവെസ്റ്റ്മെന്റ്സ് ഡ്രോപ്സ്. ചില ഫിക്സഡ് ഇൻകം ഇൻവെസ്റ്റ്മെന്റ്സിന്റെ സ്ഥിരം വരുമാനം കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റ്സിന്റെ മൂല്യം ഇടിയുന്നു. ആൻഡ് ദ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഗവൺമെന്റ് ഇഷ്യൂഡ് സെക്യൂരിറ്റീസ് ഡ്രോപ്സ്. ഗവൺമെന്റ് ഇഷ്യൂഡ് ബോണ്ടുകളും സെക്യൂരിറ്റികളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ വാങ്ങി വെച്ചിരിക്കുന്നവർക്ക് അതിൽ നിന്ന് തിരികെ കിട്ടുന്ന വരുമാനവും വലുതായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല, വലിയ ഗുണം കിട്ടുന്നതായി തോന്നുന്നില്ല. ഒരുപക്ഷെ അവർ വാങ്ങിയതിനേക്കാൾ കൂടുതൽ വിലയ്ക്ക് അവർക്ക് തിരിച്ചു കിട്ടുമായിരിക്കാം. എങ്കിൽ കൂടി ഗവൺമെന്റിന് തിരിച്ചു കൊടുത്ത് പണം കിട്ടുമായിരിക്കാം. എങ്കിൽ കൂടി അത് പണപ്പെരുപ്പമുള്ള നാളുകളിൽ അവർക്ക് കിട്ടുന്ന അധിക മൂല്യം അത്ര അധികമായി മിച്ചമുള്ളതായി തോന്നുന്നില്ല. ഇനി ഇമ്പാക്റ്റ് ഓൺ റിട്ടയർമെന്റ് സേവിങ്സ്. ഇനി റിട്ടയർമെന്റ് സമ്പാദ്യത്തിൽ ഇത് എന്ത് ഇമ്പാക്റ്റ് ആണ് വരുത്തുക എന്നതാണ്. യു മേ നീഡ് ടു സേവ് മോർ ഫോർ റിട്ടയർമെന്റ് ടു അക്കൗണ്ട് ഫോർ ഇൻഫ്ലേഷൻ. കാരണം മുൻപ് ഒരു കാലത്ത് വലിയ തുക റിട്ടയർമെന്റിന് വേണ്ടി സേവ് ചെയ്ത് വെച്ചതാണെങ്കിലും ശരി, കാലം കുറെ ചെല്ലുമ്പോൾ പണപ്പെരുപ്പം എന്ന ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന കാരണം കൊണ്ട് തന്നെ അത് ചെറിയ തുകയായി തോന്നുന്നു വർഷങ്ങൾക്കപ്പുറം എന്നത്. ഇനി മറ്റൊന്ന്, ഇമ്പാക്റ്റ് ഓൺ നാഷണൽ ഡെറ്റ്. ഇനി രാജ്യത്തിന്റെ കടബാധ്യതയെ സംബന്ധിച്ചും അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ദ വാല്യൂ ഓഫ് നാഷണൽ ഡെറ്റ് റൈസസ് ആസ് ദ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ഓവ്ഡ് ഇൻക്രീസസ്. പലിശ നിരക്ക് വർദ്ധിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്, നാഷണൽ ഡെറ്റ് ഉയരുന്നതായി തോന്നുന്നത്. ഗവൺമെന്റ്സ് മേ നീഡ് ടു റേസ് ടാക്സസ് ഓർ കട്ട് സ്പെൻഡിങ് ടു അഡ്രസ് ദിസ്. ഇതിനെ സംബോധന ചെയ്യാൻ ഗവൺമെന്റ് ടാക്സ് ഉയർത്തേണ്ടതുണ്ട്, അല്ലെങ്കിൽ സ്പെൻഡിങ് വെട്ടിച്ചുരുക്കേണ്ടതുണ്ട്.
വേറെയും ഇൻഫ്ലേഷൻ്റെ ഇഫക്റ്റുകളുണ്ട്. കൺസ്യൂമേഴ്സ് മേ റെഡ്യൂസ് സ്പെൻഡിങ് ഓൺ നോൺ എസെൻഷ്യൽസ് ലൈക്ക് എൻ്റർടൈൻമെൻറ്റ് ആൻഡ് ട്രാവൽ. ആളുകൾ അത്ര അത്യാവശ്യമില്ലാത്ത സാധനങ്ങളുടെ ചിലവ് അങ്ങ് വെട്ടിച്ചുരുക്കും. ഉദാഹരണത്തിന് യാത്ര, വിനോദയാത്ര, അതൊക്കെ അല്ലെങ്കിൽ ഔട്ടിങ്, ഡൈനിങ് ഔട്ട്, ഇങ്ങനെയുള്ള അത്ര അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾ പോലും ആളുകൾ വെട്ടിച്ചുരുക്കും. കൺസ്യൂമേഴ്സ് മേ ഡിലേ പർച്ചേസസ് ഫോർ ലാർജർ ഐറ്റംസ് ലൈക്ക് അപ്ലയൻസസ് ഓർ കാർസ്. വലിയ പണച്ചെലവുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നത് പരമാവധി വൈകിപ്പിക്കാൻ നോക്കും. കാരണം അവർക്ക് ഇപ്പോൾ പണം മുടക്കിയാൽ കാര്യമായിട്ടൊന്നും കിട്ടില്ല എന്നതുകൊണ്ട്. ഒപ്പം തന്നെ കൺസ്യൂമേഴ്സ് മേ ഹെസിറ്റേറ്റ് ടു ടേക്ക് ഓൺ ന്യൂ ഡെറ്റ്. ഇനി പുതിയ കടം എടുക്കാനായിട്ട് അവർ വിസമ്മതിക്കും, അവർ ശങ്കിച്ചു നിൽക്കും. ഇൻഫ്ലേഷൻ ക്യാൻ ഡിമിനിഷ് റിസോഴ്സസ് അവൈലബിൾ ഫോർ ഡെവലപ്മെൻറ്റ്. വിഭവങ്ങൾ, നമ്മുടെ രാജ്യവികസനത്തിന് വേണ്ടിയിട്ടുള്ള വിഭവങ്ങളെ ചിലപ്പോൾ അത് ഇടിച്ചു താഴ്ത്തും. അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ ക്യാൻ റെഡ്യൂസ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് ഫണ്ട്സ് ഫ്ലോവിങ് ഇൻ ടു ഇൻവെസ്റ്റ്മെൻറ്റ്. നിക്ഷേപത്തിലേക്ക് ഒഴുകേണ്ടുന്ന ഫണ്ടുകളുടെ ഫലപ്രാപ്തിയെ കുറയ്ക്കുന്നു പണപ്പെരുപ്പം. അവസാനമായി ഇൻഫ്ലേഷൻ ക്യാൻ റെഡ്യൂസ് ദ ഇൻഫ്ലോ ഓഫ് ഫോറിൻ ക്യാപിറ്റൽ. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള മൂലധന നിക്ഷേപം നമ്മുടെ രാജ്യത്തേക്ക് വരുന്നതിനെയും അത് കുറയ്ക്കുന്നു. കാരണം ഈ രാജ്യത്ത് എന്തുകൊണ്ടൊന്ന് ഇൻവെസ്റ്റ് ചെയ്താലും കുറച്ച് നാൾ കഴിയുമ്പോൾ അതൊരു നിസ്സാര തുകയായി തോന്നും. അത് പണപ്പെരുപ്പം ഉള്ള നാളുകളിൽ അങ്ങനെയാണ് സംഭവിക്കുക. ഇൻഫ്ലേഷൻ്റെ ചില ദൂഷിത പ്രശ്നങ്ങളാണ് ഇവയെല്ലാം.